ഇന്ന് ഞാൻ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അർജുൻ പോൾ, പുള്ളി ലിങ്ക്ഡിനിൽ പുള്ളി ആക്റ്റീവ്ലി വളരെ നല്ല ആർട്ടിക്കിൾസ് എഴുതുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ആർട്ടിക്കിൾ വായിച്ച്, പുള്ളിയുടെ ഒരു പോസ്റ്റ് വായിച്ചപ്പോഴേക്ക് അതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു. ആക്ച്വലി വളരെ റെലവെന്റ് ആയ ഒരു പോയിന്റ് ആണ്. അതായത് പുള്ളി അതിനകത്ത് പറയുന്നത്, ഈ സോഫ്റ്റ്വെയർ ബിസിനസ്സിനകത്ത് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ആസ് എ ബിസിനസ് അതിനകത്ത് ഉണ്ടാകുന്ന മാർജിൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 80-90% മാർജിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആസ് എ ഏർലി ഫൗണ്ടർ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ് വളരെ കൂടുതൽ. ഇപ്പൊ നമ്മളൊരു കേസ് പറയുകയാണെങ്കിൽ ഞാനും മനസ്സിലാക്കിയ ഒരു സംഭവം, നമുക്കൊരു ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ആ ക്ലയന്റിന് വേണ്ടി നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോസ്റ്റ് വരുന്നില്ല. അതായത് ഒരു ക്ലയന്റ് വന്നാലും വന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് നമുക്ക് പോസ്റ്റിൽ വരുന്നത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കിയാലും നമുക്കിപ്പോ ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്തായാലും ഒന്നും നഷ്ടപ്പെടാനില്ല അവിടെ ബേസിക്കലി. അതായത് നമ്മളൊരു ബേസിക് റൺവേ മാത്രം, അല്ലെങ്കിൽ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ആവും, ലൈക്ക് അത് വെക്കാൻ ഒരു ലേണിംഗ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു സൈഡിൽ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഒരു വർക്ക്, ഇപ്പൊ നിങ്ങളൊരു വീഡിയോ പ്രൊഡക്ഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഒരു ക്ലയന്റ് വന്നു, അപ്പൊ ആ ക്ലയന്റിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് വർക്ക് അവർക്ക് വേണ്ടി ചെയ്യണം. അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ലോസ് നിങ്ങളെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആവും. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ എനിക്ക് തോന്നുന്നു പുള്ളി പറഞ്ഞ മാതിരി ഡൊമൈനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പാടുള്ളൂ. അതെ, കാരണം ബിസിനസ്സസ് അനുസരിച്ച് അപ്പൊ പുള്ളി അതിനകത്ത് പറയുന്ന സാധനമുണ്ട്. അതായത് മാർജിൻസ് തിന്നർ ആകും തോറും നമ്മൾ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ. അപ്പം ഈ പറഞ്ഞ ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ്, അതായത് വളരെ യങ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ. അവിടെ ഈ ഇവിടുത്തെ വേറൊരു ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു ടീം ഇല്ലെങ്കിൽ പോലും സോളോ ആയിട്ടും തുടങ്ങാം. അപ്പൊ ആ സമയത്ത് നമുക്കൊരു ബേൺ എന്ന് പറയുന്നത് 0 ആണ്. അതായത് എന്റെ ഫുഡ് കഴിക്കുന്ന ഒരു കോസ്റ്റ്, ഇൻഡി ഹാക്കർ എന്നൊക്കെ പറയുന്നത് അത്രയും ഈസിയാണ് ഇന്നത്തെ കാലത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സംഭവം.